നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എംബപ്പയുടെ സാലറി ചോദിക്കുന്നു വിനി. ഇതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? പറ്റില്ലെങ്കിൽ അവനെ പിടിച്ചു വിൽക്കും എന്ന തരത്തിലൊക്കെ വാർത്തകൾ ഇങ്ങനെ വ്യാപകമായിട്ട് പലരും പടച്ചു വിടുന്നുണ്ട്. RMC സ്പോർട്ടാണ് ഇത് പ്രധാനമായിട്ടും പടച്ചുവിട്ട് പ്രചരിപ്പിച്ചത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് മറ്റു പലരും അതിലേക്ക് പോയത്. എന്തായാലും RMC സ്പോർട്ടിൻ്റെ ആ ഒരു റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അല്ല, അവർ പറയുന്നത് വിനി ജൂനിയറും റയൽ മാഡ്രിഡും തമ്മിലുള്ള നെഗോസിയേഷൻ ടോക്കുകൾ ഇപ്പോൾ സ്റ്റാൾഡ് ആയിട്ടുണ്ട്. 2027 വരെ താരത്തിന് അവിടെ കോൺട്രാക്റ്റ് ഉണ്ട്. പക്ഷേ പുതിയ കോൺട്രാക്റ്റ് ഒപ്പിടണമെങ്കിൽ കിലിൻ എംബാപ്പയുടെ സെയിം സാലറി തനിക്ക് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഥേനാസറിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് RMC സ്പോർട്ട് ഇത് പറയുന്നത്. അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് താരത്തെ ഒഴിവാക്കിയേക്കും എന്ന തരത്തിൽ കൂടി അതിൽ ചേർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ കോൺട്രാക്റ്റുള്ള ആളാണ്. പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഇപ്പോൾ വരാൻ പോകുന്ന സീസൺ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സീസണിലെ കോൺട്രാക്റ്റിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ വിൽക്കും. സൗദിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഏർലിംഗ് ഹാലൻഡിനെ കൊണ്ടുവരാനുള്ള തുക അവർക്ക് ലഭിക്കും. എംബാപ്പയ്ക്ക് കൂട്ടായിട്ട് ഏർലിംഗ് ഹാലൻഡിനെ കൊണ്ടുവരും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വിടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വിനി പുതിയൊരു കോൺട്രാക്ട് നെഗോസിയേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ ഒരു പ്രത്യേക കടുംപിടുത്തമൊന്നും ഉള്ളതായിട്ട് ഇതുവരെ വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്നൊന്നും, മാഡ്രിഡുമായി ബന്ധപ്പെട്ട സോഴ്സുകളിലൊന്നും നമ്മൾ വാർത്ത കാണുന്നില്ല. എന്ന് പറയുമ്പോൾ താരത്തിൻ്റെ കോൺട്രാക്ട് നെഗോസിയേഷൻ ടോക്കുകൾ, അതായത് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നെഗോസിയേഷൻസ് പുനരാരംഭിക്കാൻ പോകുന്നു. നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇപ്പോൾ ഒരു ധൃതിയുടെ കാര്യമില്ല. 2 വർഷക്കാലത്തേക്ക് സ്റ്റിൽ അവിടെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. മാത്രമല്ല നമുക്കറിയാമല്ലോ 2023-24 സീസണിൽ അദ്ദേഹം പൊളിച്ചടുക്കിയ സീസണാണ്. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും ഒക്കെ അവർ നേടി. അതിനുശേഷമാണ് എംബാപ്പയെ കൊണ്ടുവരുന്നത്. എംബാപ്പയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും എംബാപ്പയിലേക്ക് കൂടി ഫോക്കസ് പോയി. വിനിയുടെ കളി മോശമായി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ സ്റ്റിൽ 58 കളികളിൽ നിന്ന് 22 ഗോളും 19 അസിസ്റ്റും അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 41 ഗോൾ കോൺട്രിബ്യൂഷൻസ് 58 കളികളിൽ നിന്ന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 322 മത്സരങ്ങളാണ് ഇപ്പോൾ റയലിന് വേണ്ടി അദ്ദേഹം കളിച്ചത്. 106 ഗോളുകൾ അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ട്. സോ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് വിനി അവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം വെച്ചതായിട്ട് പല സ്പാനിഷ് മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഫ്രഞ്ച് മാധ്യമങ്ങളാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. എംബാപ്പയുടെ സാലറി വേണം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം റയലിൽ അദ്ദേഹം കളിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. എംബാപ്പ പുതുതായിട്ട് വന്നിട്ടുള്ള ആളാണ്. ഏതായാലും നിലവിൽ കോൺട്രാക്ട് നെഗോസിയേഷൻസ് അധികം വൈകാതെ റീസ്റ്റാർട്ട് ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.